നമസ്കാരം. ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം നിലവിൽ വരുമ്പോൾ രാജ്യത്തെ മത്സ്യ കയറ്റുമതി മേഖലയും ഓഹരി വിപണിയും ആടിയുലയുന്നു. തിരുപ്പൂരിലും നോയിഡയിലും സൂറത്തിലും വസ്ത്ര കയറ്റുമതി മേഖലകൾ നിശ്ചലമായി. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ ആകെ ബാധിക്കുന്ന പ്രതിസന്ധിയെ നെഞ്ചുറപ്പോടെ നേരിടാനാണ് ഇന്ത്യയുടെ തീരുമാനം. പ്രതിസന്ധി നേരിടാൻ പ്രത്യേക പാക്കേജ്, കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി. UK പുറമെ ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമായും വ്യാപാര കരാർ നീക്കം സജീവമാക്കി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ജപ്പാൻ സന്ദർശനവും അതിനുശേഷം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായുള്ള ചൈന സന്ദർശനവും ആകാംക്ഷ നിറയ്ക്കുകയാണ്. ട്രംപിന്റെ സാമ്പത്തിക യുദ്ധത്തെ നേരിടാൻ ജപ്പാനുമായും ചൈനയുമായും കൈകോർക്കുമോ ഇന്ത്യ? സമ്മർദ്ദം ചെലുത്തി വരുതിക്ക് നിർത്താനുള്ള ട്രംപ് തന്ത്രത്തെ ഇന്ത്യ മറികടക്കുമോ? പരിശോധിക്കാം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ KN രാഘവൻ, സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി, ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ പ്രിൻസ് ജോർജ്, സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ KN രാഘവൻ, അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ പ്രിൻസ് ജോർജ്, നമുക്കറിയാം വലിയ ആഘാതം തീർച്ചയായും ഈ 50% നികുതി ഉണ്ടാക്കുമെന്നത് നമ്മൾ കരുതിയിരുന്നതാണ്. പക്ഷേ അതിനെ മറികടക്കാം എന്ന ഒരു ആത്മവിശ്വാസം ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്നു. കർഷകർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ഈ 50% നിലവിൽ പിഴ തീരുവ കൂടി നിലവിൽ വന്നതിന് തൊട്ടു പിന്നാലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഇടിവ് നേരിടുന്നത് നമ്മൾ കണ്ടു. അത് താൽക്കാലികം മാത്രമാണോ അതോ ഈ പ്രതിസന്ധി കുറച്ചുനാൾ തുടരുമോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് സാധാരണ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഈ ന്യൂസ് എത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, പ്രത്യേകിച്ച് ഒരു 50% താരിഫ് എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. എക്സ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഹിറ്റ് ആകും എന്നുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ 50% താരിഫ് എന്നുള്ള നെഗറ്റീവ് ന്യൂസ് വന്നപ്പോൾ 1-2 ദിവസത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടായി. ഇന്നലെ ഇന്നുമായിട്ടുണ്ടായി. ലാസ്റ്റ് മിനിറ്റ് വരെ, അതായത് 27-ാം തീയതി വരെ മാർക്കറ്റിലുള്ള പല ആളുകളും വിശ്വസിച്ചിരുന്നത് ലാസ്റ്റ് മിനിറ്റിൽ എന്തായാലും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകും, ഏതെങ്കിലും കാരണവശാലും ഈ 50%-ലേക്ക് വരത്തില്ല, 20% നിൽക്കും എന്നുള്ള ഒരു രീതിയിലാണ് വന്നത്. പക്ഷെ കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടി ഇന്നലെ രാവിലെ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വന്നു, അതായത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അത് വന്നതോടുകൂടി ഇന്നലെയും ഇന്നുമായിട്ട് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പ്യുവർലി ഈ താരിഫിന്റെ ഇഷ്യൂ കൊണ്ട് മാത്രമല്ല, മാർക്കറ്റിൻ്റെതായിട്ടുള്ള ചില ടെക്നിക്കൽ ഫാക്ടേഴ്സ്, മാർക്കറ്റിന്റെ മന്ത്ലി എക്സ്പയറി ഒക്കെയാണ് ഇന്നുണ്ടായിരുന്നത്. അതിന്റെയൊക്കെ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഈ ഇന്ത്യയും US-ഉമായിട്ടുള്ള ട്രേഡ് ഡീല് ഇപ്പൊ ഈ രീതിയിൽ വന്നപ്പോൾ അതിന് പല രീതിയിലുള്ള റൂമേഴ്സ് മാർക്കറ്റിലുണ്ട്. ഒന്ന്, അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ആണ്. പൊളിറ്റിക്കൽ ആംഗിൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാർമേഴ്സിന്റെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഇമേജ് നിലനിർത്തേണ്ടത് ഇന്ത്യ ഗവൺമെന്റും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കും എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും കുറെ സ്റ്റേറ്റുകളിൽ ഇലക്ഷൻസ് ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വളരെയേറെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വളരെ കോഷ്യസ് ആണ് ആ കാര്യത്തിൽ. അപ്പൊ അതാണ് ഒരു പ്രശ്നം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് മോഡിയും അല്ലെങ്കിൽ ട്രംപ് പോലെയുള്ള ലീഡേഴ്സിന് ഇടയ്ക്കുള്ള ഒരു ഈഗോ ഇഷ്യൂ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിലുള്ള മറ്റൊരു റൂമർ. പക്ഷെ ഇത് രണ്ടും ഇവിടെ മാറ്റി നിർത്തിയാലും പ്യുവർലി ഒരു എക്കണോമിക് ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് $86 ബില്യൺ എക്സ്പോർട്ടാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇമ്പോർട്ട് അറൌണ്ട് $39 ബില്യൺ. അതായത് നെറ്റ് നമുക്കൊരു $47 ബില്യൺ സർപ്ലസ് ജനറേറ്റ് ചെയ്തു തരുന്ന ഒരു ട്രേഡ് സിറ്റുവേഷൻ ആണ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യക്ക് എപ്പോഴും ഗുണകരമായിട്ടുള്ള ഒരു ട്രേഡാണ്. അതിൽ തന്നെ സർവീസസും ഉണ്ട്, ഗുഡ്സും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ താരിഫ് കൊണ്ടുവന്നിരിക്കുന്നത് മെയിൻലി ഉള്ള ചില ഗുഡ്സിന്റെ ലെവലിലാണ് താരിഫ് വന്നിരിക്കുന്നത്. അത് തന്നെ കുറേയേറെ ഗുഡ്സ് അതിനകത്തുനിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു ആംഗിളിൽ നോക്കിയാൽ നമ്മൾ പറയുന്ന പോലെ 50% താരിഫ് മൊത്തത്തിൽ രാജ്യത്തെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ വേറൊരു ആംഗിൾ കൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഓയിൽ ട്രേഡിലും മറ്റുമൊക്കെ ഒരു $10 ബില്യൺ ഗെയിൻ നമുക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ $47 ബില്യൺ സർപ്ലസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ പ്രോഫിറ്റ് ഒന്നും അല്ലല്ലോ, അതിന്റെ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പം ഈ ട്രേഡ് മൊത്തത്തിൽ ക്യാൻസൽ ആയി പോയാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓയിൽ ട്രേഡിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഗെയിൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ഇമ്പാക്റ്റ് ഇല്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അഫക്ട് ചെയ്യുന്ന ജോബ്സ് എന്തൊക്കെയാണ്, ഇതുമായിട്ടുള്ള സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസും ഏതൊക്കെ മേഖലകളെയാണ് ഇത് അഫക്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എനിക്ക് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ള ഒരു സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് ഇതിപ്പോ ഈ ട്രേഡ് ഡീല് 50% എന്നുള്ളത് ഒരിക്കലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലെവൽ അല്ല. കാരണം ആ ഒരു ലെവലിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ഒരിക്കലും കോമ്പറ്റേറ്റീവ് ആകത്തില്ല.
അതുകൊണ്ട് തന്നെ ആ ലെവല് അധികം വൈകാതെ തന്നെ റീനെഗോഷിയേറ്റ് ചെയ്ത് താഴേക്ക് അങ്ങനെ വരുമെന്ന് ഒരു പ്രതീക്ഷയാണുള്ളത്. അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യം, ഈ 4 ലക്ഷം കോടിയുടെ നഷ്ടം ഈ ദിവസങ്ങളിൽ നേരിടുന്നു, അത് പ്രതീക്ഷിച്ചിരുന്നതാണോ അതോ ഇന്ത്യ പ്രതീക്ഷിച്ചതിലും വലിയൊരു തിരിച്ചടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ക്യാപിറ്റലൈസേഷന്റെ ആംഗിളിലാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു ഹെഡ്ലൈൻ ന്യൂസ് എന്നുള്ളതേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും സെന്റിമെന്റ്സുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഈ ഒരു ഇഷ്യൂവിന് പ്രതികരിക്കാൻ പറ്റിയ ഒരു മേഖല സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. കാര്യം അവിടെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് ബൈ ചെയ്യുക സെല് ചെയ്യുകയൊക്കെ ചെയ്യാം. പ്രൈസ് ആക്ഷന് വേറെ റെസ്ട്രിക്ഷൻസും കൺട്രോൾസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അവിടെ പ്രതിഫലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ 4 ലക്ഷം കോടി രൂപയുടെ ഒരു നഷ്ടമായിട്ടൊന്നുമല്ല, അത് വാല്യുവേഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു നോഷണൽ ലോസ് ആണ്. അത് അടുത്ത ദിവസം വേറെ സെന്റിമെന്റ്സ് പോസിറ്റീവായിട്ട് വരുമ്പോൾ അത് തിരികെ ഗെയിൻ ആയിട്ട് വരും. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ചില സ്റ്റോക്കുകൾ, ലിസ്റ്റഡ് സ്റ്റോക്കുകളെ കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടാകും. അത് ചില മേഖലകളിലുള്ള ഇപ്പൊ ടെക്സ്റ്റൈൽസ്, അഗ്രി എക്സ്പോർട്സ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, അങ്ങനെ ചില മേഖലകളിലൊക്കെ കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ മേഖലകളിലുള്ള സ്റ്റോക്കുകൾക്ക് തീർച്ചയായിട്ടും നഷ്ടമുണ്ടാകും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യക്കുള്ള അധിക തീരുവ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പിഴ തീരുവ എന്നതായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തൻ്റെ നിശ്ചയദാർഢ്യം, അതിന് ഇന്ത്യ തടസ്സം നിൽക്കുന്നു, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇങ്ങനെ 100 മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇതിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ട്രംപിനുണ്ട്, ബിസിനസ് താല്പര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നത് വ്യക്തമായിരുന്നു. ഇന്ന് അത് കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയോടുകൂടി. ഇത് മാത്രമല്ല, വാണിജ്യ കരാറിലേക്ക് എത്തുന്നതിൽ ഇന്ത്യ കാലതാമസം വരുത്തി, മറ്റ് പല കാര്യങ്ങളും കൂടി അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കലോ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നതോ മാത്രമായിരുന്നില്ല ട്രംപിന്റെ പ്രശ്നം എന്നത് കൂടുതൽ വെളിവായിരിക്കുകയാണ്. കൃത്യമായി രേണുക, അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുറമേ പറയുന്ന കാരണമാണ് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം, അതല്ല യഥാർത്ഥ കാരണമെന്നും അമേരിക്ക യഥാർത്ഥത്തിൽ ന്യായമായും ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ, പ്രത്യേകിച്ച് കാർഷിക വിപണിയിൽ പ്രവേശിക്കാം എന്ന ഒരു ധാരണയിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യാപാര ചർച്ചകളാണ് വഴിമുട്ടി നിന്നത്. അതുകൊണ്ട് ആ കാര്യം സൂചിപ്പിക്കാതെ അതൊരു ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാവുന്നതല്ല. കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് 70% കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകമാണ്. തീർച്ചയായും അതിൽ മോദിയുടെ മറുപടിയിൽ വ്യക്തമായിരുന്നു, അത് വളരെ വ്യക്തമായി പറഞ്ഞു. അഹമ്മദാബാദിൽ വെച്ച് നരേന്ദ്രമോദി കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞ ആഴ്ച. ഇവിടെ കാർഷിക മേഖലയിൽ വൈദേശിക നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വൈദേശിക ഇടപെടലുകൾ അനുവദിക്കില്ല, ഇതൊരു നയമാണ്. അത് മുൻകൂട്ടി തന്നെ ഫാം ബിൽസിൻ്റെ കാര്യത്തിൽ തന്നെ ഗവൺമെൻറ് പിന്നോട്ട് പോയപ്പോൾ തന്നെ ഈ കർഷകരെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിയും ഏത് രീതിയിലുള്ള വ്യാപാരവും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നടക്കില്ല എന്ന ഒരു നയം. ഇവിടെ അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഓഫ് $47 ബില്യൺ. അപ്പോൾ $4700 കോടി ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി കുറച്ചുകൊണ്ട് വരാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട്സ് വർദ്ധിപ്പിക്കുക, അതുപോലെ ഇന്ത്യയിൽ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ എക്സ്പോർട്ട്സ് അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് വരിക. ആ ഒരു നയം നടപ്പാക്കാൻ ലഭിച്ച ഒരവസരം ട്രംപ് മുതലാക്കി. അതിന് പറയുന്ന കാരണം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തന്നെയാണ്, പ്രത്യേകിച്ചും ഓയിൽ ബന്ധം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കൂ, റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലുമൊക്കെയായി അമേരിക്കയിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യുമ്പോൾ അതിന് തീരുവ ബാധകമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും രാസവളം ഇറക്കുമതി ചെയ്യുന്നു. ചൈന റഷ്യയിൽ നിന്നും വൻതോതിലാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അവർക്കൊന്നും ബാധകമല്ലാത്ത ടാരിഫ് ഇന്ത്യക്ക് നേരെ അടിച്ചേൽപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധ. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം, ഈ ബ്രിഡ്ജിങ് ദി $47 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഗ്യാപ്പ്, അതൊന്ന്. 2, ഭാരതത്തെ ഈ അൺലീഷ് ചെയ്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്വദേശിവൽക്കരണം എന്ന നയം അത് ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ വൻപൻ പദ്ധതികളെ അട്ടിമറിക്കും. ഇവിടെ സ്വദേശിവൽക്കരണം മിസൈൽ നിർമ്മാണത്തിലുണ്ടാകുന്നു, വിമാന നിർമ്മാണത്തിലുണ്ടാകുന്നു, ഘടക കാര്യങ്ങളുടെ നിർമ്മാണത്തിലുണ്ടാകുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ചും അതുപോലെ ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയൻസിന് ഊന്നൽ നൽകുന്ന ഭാരതത്തിൻ്റെ നയം, ഈ നയം
ആത്യന്തികമായി അലോസരപ്പെടുത്തുന്നത് അമേരിക്കയെ തന്നെയാണ്. അതുകൊണ്ട് വിപണി മാത്രമല്ല ഇവിടെ വിഷയം. അതുകൊണ്ട് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഒരു GDP കുതിച്ചുയരാൻ അനുവാദം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ആത്യന്തികമായി അത്ര ഗുണകരമല്ല. തൽക്കാലം ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഇന്ത്യയെ ഉപയോഗിക്കാം എന്ന പദ്ധതി പാതി വഴിയിൽ ഷെൽവ് ചെയ്യുകയാണ്. അതാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്വല്പം ഉറക്കെ പറഞ്ഞത് അതാണ്. ഇന്ത്യയും ചൈനയും ഒരു കാലത്തും സൗഹൃദ രാജ്യങ്ങളാകാൻ നാച്ചുറൽ അലൈസ് അല്ല, നാച്ചുറൽ ഫ്രണ്ട്സ് അല്ല. ഇത് അധികകാലം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, അതും ലോകത്തെ ഗുണപരമായ ഒരു ജനാധിപത്യ ക്രമമായ അമേരിക്കയും തമ്മിലുള്ള ഒരു പോരാട്ടം ഒരു കാരണവശാലും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ആരോഗ്യപരമല്ല. അതുമാത്രമല്ല, ഇന്ത്യയുടെ വളർന്നു വരുന്ന മിഡിൽ ക്ലാസ് മാർക്കറ്റ്, ഇതിൽ 36 കോടി ജനങ്ങൾ ഇന്ത്യയുടെ സോളിഡ് മിഡിൽ ക്ലാസ് ആണ്. അവരാണ് ആത്യന്തികമായ കൺസ്യൂമേഴ്സ്. കാറുകൾ വാങ്ങേണ്ടത്, കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങേണ്ടത്. അവിടെ ഒരു വിപണി കണ്ടെത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ കാര്യമായ കച്ചവടം വേണ്ട എന്ന താൽക്കാലിക നിലപാട് അത് ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. എന്നാൽ സ്കോട്ട് ബെസന്റ് പറഞ്ഞതനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രേഡ് നെഗോസിയേഷൻസ് പുനരാരംഭിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ട്രഷറി സെക്രട്ടറി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ബസന്റുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകണം. നിർമ്മലിലേക്ക് ഞാൻ എത്താം. അതിനു മുൻപ് ഡോക്ടർ KN രാഘവൻ നമുക്കൊപ്പം ചേരുകയാണ്. സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം. എങ്ങനെ ഈ തീരുവ മുഴുവൻ നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ വിപണിയെ ഇത് ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ KN രാഘവൻ, ഇവിടെ സമുദ്രോൽപ്പന്ന മേഖലയെ, കയറ്റുമതി മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നത് ആശങ്കയായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. താങ്കളുടെ ഇതുൾപ്പെടെയുള്ള ലേഖനങ്ങളിൽ ഇതൊരു അവസരമാണെന്നും മറ്റു വിപണികൾ കണ്ടെത്തി ഇന്ത്യ മുന്നോട്ട് പോകുമെന്നുമുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ താരിഫ് നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങൾ വലിയ ആശങ്കയുടേതാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ചെമ്മീൻ കയറ്റുമതി പാടെ തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. മീൻ കെട്ടിക്കിടക്കുന്നു. നമുക്കറിയാം, മറ്റുൽപ്പന്നങ്ങൾ പോലെ സംഭരിച്ചു വെക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ മത്സ്യ കയറ്റുമതി മേഖലയെ എങ്ങനെയാണ് ഈ താരിഫ് ബാധിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ ആകെയുള്ള സമുദ്രോൽപ്പന്ന വിഭവ കയറ്റുമതി $7.8 ബില്യൺ ആണ്. അതിൽ ഏകദേശം 40% അമേരിക്കയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ലാർജസ്റ്റ് സിംഗിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പൊ അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതിക്കുമ്പോൾ 50% തീരുവ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, അത് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടിയാവുകയും ചെയ്യും. കാരണം ഇതൊരു ലേബർ ഇന്റൻസീവ് സെക്ടറാണ്. അപ്പൊ ആ ലേബർ ഇന്റൻസീവ് സെക്ടറിലെ ഒരു തിരിച്ചടി വരുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുക എന്നാണ്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അവസരമാണെന്ന് പറയാനായിട്ടുള്ള കാരണം, നമ്മൾക്കിപ്പോൾ 40% US പോകുന്നത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള അവസരമാണ്. US മാർക്കറ്റ് ഇസ് എ ബെസ്റ്റ് മാർക്കറ്റിന് 2 കാരണം കൊണ്ടാണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് US പോകുന്നത്. 2, ഏറ്റവും അധികം മൂല്യം തരുന്ന US നിന്നാണ്. അപ്പൊ ഈ 2 അഡ്വാൻറ്റേജസ് നമ്മുടെ പ്രോഡക്റ്റിനുണ്ട്. അപ്പൊ അതിൽ ഈ ഗുണനിലവാരം ഉള്ളതുകൊണ്ട് വേറെ വിപണിയിലേക്ക് പോകാനായിട്ട് സാധ്യമായി വരും. അതിന് കുറച്ച് സമയമെടുക്കും. കാരണം അവിടെയുള്ള ആ വിപണിയിൽ ഇപ്പോൾ വിൽപ്പന നടത്തുന്നവരെ മാറ്റി വേണം നമ്മുടെ പ്രോഡക്ട്സ് കൊണ്ടുപോകാൻ. അതുവരെ US തരുന്ന മൂല്യം തരുന്നില്ലെങ്കിൽ അപ്പൊ അതിന് നമുക്ക് വേണ്ട എക്സ്പോർട്ട് രജിസ്ട്രേഷൻ കുറയും. അപ്പൊ ഇത് രണ്ടും മറികടക്കാനായിട്ടുള്ള സഹായം സർക്കാരിന്റെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഈ വിഭാഗം, അതായത് സമുദ്രോൽപ്പന്ന കയറ്റുമതി വിഭാഗം നോക്കുന്നത്. ആ ഒരു താൽക്കാലികമായിട്ട് സഹായം കിട്ടുകയാണെങ്കിൽ, പിടിച്ചേക്കാൻ സാധിക്കുകയാണെങ്കിൽ പുതിയ വിപണിയിൽ കണ്ടെത്തുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അത്രയും ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് ആണ്. അതുമാതിരി തന്നെ സുസ്ഥിരതയെ സംബന്ധിച്ച പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുകളിൽ വിമർശനങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഈ 2 ഘടകങ്ങൾ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് നമ്മൾ ബാക്കി പുതിയ വിപണികൾ തേടുകയാണെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇതുകൊണ്ട് തിരിച്ചടിയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തിരിച്ചടി എന്ന വാക്ക് ഉപയോഗിക്കില്ല. തീർച്ചയായിട്ടും ഒരു താൽക്കാലികമായിട്ടൊരു വലിയ ബുദ്ധിമുട്ട് വരും. കാരണം ഈ പ്രോഡക്ട്സ് എല്ലാം ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് അയക്കേണ്ടത് എല്ലാവരും ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതിന് വേറൊന്നുമല്ല, കാരണം എത്ര ആയിരിക്കും എന്നുള്ളതിനെ പറ്റി ഇന്നലെ വരെ ഒരു നിജമുണ്ടായിരുന്നില്ല. കാരണം ഒരു സാധനം ഇറക്കുമതി ചെയ്ത വ്യക്തിക്ക് ഏറ്റവും അറിയേണ്ട ആവശ്യം എത്രതിന്റെ മുകളിൽ നികുതി കൊടുക്കേണ്ടത്, എന്നാൽ മാത്രമേ എത്ര രൂപയ്ക്ക് വിൽപ്പന നടത്താനായിട്ട് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ അതിനൊരു ഉറപ്പുണ്ടായുള്ളൂ 50% എന്ന. 50% ബിസിനസ് തീർച്ചയായിട്ടും കുറയും. ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു ഹൈ എൻഡ് മാർക്കറ്റിൽ തുടർന്ന് നിലനിൽക്കാം. പക്ഷെ ആ ബിസിനസ് കുറയുന്ന മുറയ്ക്ക് താൽക്കാലികമായിട്ട് പിടിച്ചേക്കാനുള്ള സഹായം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി ഈ മേഖലയ്ക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 2, നേരത്തെ സൂചിപ്പിച്ചു, അമേരിക്കയായിട്ട് റീസെറ്റ് ഇൻ ടൈസ് ഉണ്ടാകാം. കാരണം ഈ അമേരിക്കൻ കൺസ്യൂമറിന്
എപ്പോഴും ഏറ്റവും മികച്ച സാധനങ്ങളുടെ ഒരു വലിയ ബൊക്കെ കൊടുക്കാനായിട്ടാണ് അമേരിക്കൻ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇന്ത്യൻ വിഭവം മാറ്റുമ്പോൾ അവിടുത്തെ കൺസ്യൂമറിനാണ് അവസാനം നഷ്ടം ഉണ്ടാവുന്നത്. ഒന്നെങ്കിൽ മികച്ച ഇന്ത്യൻ ഉൽപ്പന്നത്തിന് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മോശം വിഭവങ്ങൾ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് മാത്രം തന്നെ അമേരിക്ക ഒരു റീസെറ്റ് കൊണ്ടുവരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതെങ്ങനെ സസ്റ്റെയിൻ ചെയ്യാമെന്നുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എനിക്ക് പ്രധാനമായും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ എന്ത് എന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. 21,000 കോടിയുടെ കയറ്റുമതി സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട് പ്രതിവർഷം നടക്കുന്നുണ്ട് എന്നതാണ് കണക്ക്. അപ്പോൾ അവിടെ എത്രമാത്രം നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു? അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ? മറ്റൊന്ന്, ചൈന, നമ്മൾ ഈ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കൂടി കാണുന്നത് ചൈന ആണ്. ചൈനയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ളൊരു സാധ്യത തേടുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നൊരു വിവരം കൂടി ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിൽ നിന്ന് വരുന്നു. കാരണം വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിലയിടിയും എന്ന പ്രതീക്ഷയിൽ മറ്റുള്ളവർ സഹകരിക്കുന്നില്ല എന്ന തരത്തിലൊരു വാർത്ത വരുന്നു. അങ്ങനെ അതും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ആദ്യം വരാം. പറഞ്ഞത് ശരിയാണ്. കാരണം ഇപ്പൊ ഇന്ത്യക്ക് ഏറ്റവും അധികം മൂല്യം തരുന്ന US മാർക്കറ്റിലേക്ക് എൻട്രി ഇല്ലെങ്കിൽ ബാക്കിയുള്ള മാർക്കറ്റ് വിപണികൾ വില കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അത് ചൈന മാത്രമല്ല, യൂറോപ്പും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. വിയറ്റ്നാമും തായ്ലൻഡും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കാരണം US ഇല്ലെങ്കിൽ ബാക്കി മാർക്കറ്റുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവരൊന്ന് ചവിട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കും. അത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. കാരണം അവർക്ക് മെറ്റീരിയൽ വേണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു വിലയുടെ കാര്യത്തിൽ ഒരു ഉറപ്പിലെത്തി കച്ചവടം പുനരാരംഭിക്കും. ആദ്യത്തെ ചോദ്യം, ഇത്രയധികം വാല്യൂ ഉള്ള, അതായത് 25,000 കോടിയിലേറെ മൂല്യമുള്ള ഒരു വിപണി നഷ്ടമാകുമ്പോൾ ഇതിനെന്ത് സംഭവിക്കും എന്നുള്ള ഈ മാസം ഓർഡറുകൾ ഡിസ്പാച്ച് ചെയ്തില്ല. അപ്പൊ ധാരാളം സമ്പത്ത്, അതായത് കയറ്റുമതിക്ക് വേണ്ട സാധാരണ വസ്തുക്കൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. കെട്ടിക്കിടക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ പോർട്ടിൽ പോയി കെട്ടിക്കിടക്കുകയല്ല, കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രോസൺ പ്രോഡക്റ്റ് ആണ് പോകുന്നത്. ഇത് ഫാം ചെയ്തെടുത്ത ഷ്രിമ്പാണ്. നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന ഷ്രിമ്പ് അല്ല, പ്രത്യേകിച്ച് ഫാം ചെയ്തെടുത്ത പസഫിക് വൈറ്റ് ഷ്രിമ്പ്, ബനാമി എന്ന് പറയുന്ന ഷ്രിമ്പാണ്. അപ്പൊ അതിന്റെ ഉൽപാദനം ഫസ്റ്റ് ക്രോപ്പ് ആയിട്ട് വന്നതിൽ ബാക്കിയുള്ള സ്റ്റോർ ചെയ്താൽ 2 വർഷം വരെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രോഡക്റ്റ് ഒരു കുഴപ്പം വരാതെ 2 വർഷം വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ താൽക്കാലികമായിട്ട് ക്യാഷ് ഫ്ലോയിനുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. പ്രോഡക്റ്റ് നശിച്ചു പോകുന്നുള്ളൊരു ഭീതിയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ബാങ്ക് വഴി ക്യാഷ് ഫ്ലോ നിലനിർത്താനായിട്ടുള്ള ക്രെഡിറ്റ് ലൈൻസ് കൂട്ടി തരൂ. ഒരു പ്രീ ആൻഡ് പോസ്റ്റ് പാക്കിംഗ് ക്രെഡിറ്റിനുള്ള ഒരു മൊറട്ടോറിയം തരൂ. നമുക്ക് പിടിച്ചേക്കാൻ സാധിക്കും. കാരണം ഇത് 2 വർഷത്തെ ലൈഫുള്ള ഇതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മീൻ ചീഞ്ഞു പോകുന്ന പോലെ ഇതിന് ഒരു നാശം സംഭവിക്കില്ല. അത്രയ്ക്ക് നല്ല കോൾഡ് സ്റ്റോറേജ്, അത്രയ്ക്ക് നല്ല ഫെസിലിറ്റിയിൽ 2 വർഷം വരെ നിൽക്കാവുന്ന പ്രോഡക്റ്റാണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പൂർവ്വമായ ശക്തിയായിട്ട് തിരിച്ചു വരാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ക്യാഷ് ഫ്ലോ പ്രശ്നം മാത്രം പരിഹരിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചെത്താം. നിർമ്മൽ എബ്രഹാമിലേക്ക് പോവുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, സ്കോട്ട് ബെസന്റ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പരാമർശം നമ്മൾ ചർച്ച ചെയ്തു. മറ്റൊന്ന് ഫോക്സ് ടി വി ആങ്കറുമായി നടത്തിയ ഒരു ചർച്ചയാണ്. അതിൽ അമേരിക്കയിൽ ഇപ്പോൾ തന്നെ ജയശങ്കർ നടത്തിയിട്ടുള്ള പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് അങ്ങനെയാണെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമേരിക്ക റിഫൈൻഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിവെക്കൂ എന്ന പരാമർശം അവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതിനെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ സ്കോട്ട് ബെസന്റ് തന്നെ സൂചിപ്പിച്ചത് ഒരു വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തും എന്ന സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാഷ്ട്രമാണ് എന്ന കാര്യം സമ്മതിക്കേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ഇതൊരു പോസിറ്റീവ് സൂചനയാണോ? സമ്മർദ്ദം വിലപ്പോവില്ല എന്ന് കണ്ടാൽ അമേരിക്കയ്ക്ക് തന്നെ ഒരു കരാറിലേക്ക് എത്തേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കത് അനിവാര്യമാണ് എന്ന ഒരു സാഹചര്യവും സൂചനകളും അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഇന്ത്യ എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻച്വലി ഇപ്പം ഏതൊരു മാർക്കറ്റും എന്ത് ഡിസ്റപ്ഷൻ ഉണ്ടായാലും അത് സ്റ്റെബിലൈസ് ആവും, നാച്ചുറലി സ്റ്റെബിലൈസ് ആവുന്ന ഒരു രീതി മാർക്കറ്റ്സിനുണ്ട്. ഇപ്പൊ നേരത്തെ ശ്രീ രാഘവൻ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഡിസ്റപ്ഷന് ചിലപ്പോൾ ഒരു 2-3 മാസമേ നമുക്ക് ഡിഫിക്കൽട്ടി വരുള്ളൂ. ഇപ്പൊ ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടുള്ള 1-2 എക്സ്പോർട്ടേഴ്സ് ഒക്കെ ട്രംപിന്റെ ഇനിഷ്യൽ 25% ടാരിഫിന്റെ സമയത്ത്, അതായത് ഏപ്രിൽ സമയം മുതൽ തന്നെ അവർ പുതിയ മാർക്കറ്റ്സ് തേടിയിരുന്നു. ഡൊമസ്റ്റിക്കലി ഇതെങ്ങനെ വിൽക്കാം, അതെങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൽ എത്തിക്കാം, എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ഒരുപാട് എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മിറ്റിഗേഷൻ സമയം അല്പം കൂടെ കുറവാണ്. പക്ഷെ ഇപ്പം മുതൽ ഈ ഒരു ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു 3-4 മാസം റിക്കവർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുമായിട്ട്, വലിയ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സിന്റെ
സംസാരം നടക്കുന്നുണ്ട്. UK ഉറപ്പിച്ചു കഴിഞ്ഞു, സൈൻ ചെയ്യണം. കാനഡയുമായിട്ട് നടക്കുന്നു, ഓസ്ട്രേലിയയുമായിട്ട് സൈൻ ചെയ്തു. അങ്ങനെ പല പല ആവന്യൂസ് ഉണ്ട്. പക്ഷെ പ്രശ്നം ഇന്ത്യ എത്ര നാളും ഇത് പിടിച്ചു നിൽക്കും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് സീ ഫുഡ് മാർക്കറ്റിന്റെ മാത്രം കേസാണ്. എത്രയോ മേഖലകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പം മെഷീനറി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ജുവലറി ആയിക്കോട്ടെ, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിലും ബാധിക്കുന്നത് കൊണ്ട് തന്നെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതനുസരിച്ചാണ് അമേരിക്ക എത്രത്തോളം മുന്നോട്ട് വരും എന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്, അമേരിക്ക മുന്നോട്ട് വരുന്നത് എന്തിനായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർ മുന്നോട്ട് വരുന്നത് അവരുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇന്ത്യ ഒപ്പുവെക്കുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ടേംസ് അല്ലാതെ അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടേംസിൽ തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെക്കണം എന്നുള്ള കണ്ടീഷനിലായിരിക്കും അമേരിക്ക മുന്നോട്ട് വരിക. ഇന്ത്യ അല്പം ട്രിക്കി സിറ്റുവേഷനിലാണെന്നുള്ളത് അവർക്കറിയാം. ഇപ്പൊ പലരും നമ്മൾ രാജ്യസ്നേഹികളായതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഉയർത്തിപ്പിടിച്ച് തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇന്ത്യ ഒരു സോഫ്റ്റ് ടാർഗറ്റായി മാറിയിരിക്കുകയാണ് അൺഫോർച്ചുനേറ്റ്ലി. കാരണം ഇന്ത്യക്ക് ചൈനയുമായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ചൈന എത്രത്തോളം സ്വീകാര്യമായ ഒരു ഓപ്ഷനാണ് നമ്മൾ ചിന്തിക്കണം. കാരണം അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അവസാന വാക്ക് തന്റെയാണെന്ന് വാദിച്ച ട്രംപിനെ പിന്തള്ളി നമ്മൾ പോകുന്ന ആരുടെ അടുത്തോട്ടാണ്? ചൈനയുടെ അടുത്തോട്ടാണ്. ചൈന ആരാണ്? പരസ്യമായി ഇത്ര വർഷങ്ങൾ എത്ര കോൺഫ്ലിക്റ്റ് ആണ് നടന്നപ്പോഴും പാകിസ്ഥാനെ പരസ്യമായി UN-ലും രഹസ്യമായി പിന്നിൽ നിന്നും സഹായിച്ച ചൈനയോടൊപ്പം കഴിഞ്ഞ 10 വർഷത്തിൽ 2013, 14, 17, 20 ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയുമായിട്ട് കോൺഫ്ലിക്റ്റ് വന്ന അതേ ചൈനയോടൊപ്പമാണ് നമ്മളിപ്പോൾ തിരികെ ട്രേഡിന് പോകുന്നതെങ്കിൽ അത് ഇന്ത്യയുടെ ഗതികേടാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. പക്ഷേ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ആകാൻ കാത്തിരുന്നാൽ നാച്ചുറലി ഇന്ത്യക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. ഇനിഷ്യലി ലോസസ് ഉണ്ടാവും. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ലോസസും സ്റ്റെബിലൈസ് ആകും, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അതിനുള്ളിൽ ഞാൻ അവിടെ ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ നിർമ്മൽ. ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ചൈനയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തയുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് അത് എന്ന് വാർത്തകളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു യോജിക്കൽ അല്ലെങ്കിൽ ഇപ്പോൾ സാധ്യമായ ഇടങ്ങളിൽ യോജിച്ചു പോവുക എന്നത് ഇന്ത്യയുടെ മാത്രം ഒരു ആവശ്യമാണോ? അത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ചൈനയോട് കീഴ്പ്പെടുന്നതായോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? ഇവിടെ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുക എന്നത് രണ്ടുപേരുടെയും ആവശ്യമായി വരുമ്പോൾ പൊതുശത്രു എന്ന് പറയുമ്പോഴും ഇന്ത്യയും ഒരു ചെറിയ രീതിയിൽ ശത്രുവാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് മിത്രമല്ല എന്നെങ്കിലും പറയേണ്ടി വരും. അപ്പൊ അവിടെ ഈ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്ത്യക്ക് ഡൈവേഴ്സിഫൈ, ലെറ്റ്സ് സേ നമ്മൾ ചൈനയോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുകയെന്ന് വിചാരിക്കുക, അല്ലെ മറ്റ് രാജ്യങ്ങളോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് വിചാരിക്കുക. അവിടെയും ചലഞ്ചസ് ഉണ്ട്. ഇപ്പം ഇപ്പൊ തുണിത്തരങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് സംഭവിച്ചൊരു കാര്യം പറയാം. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അമേരിക്കയിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആരോടെങ്കിലും കൊണ്ടുവരാൻ പറയുക, നിങ്ങളുടെ സൈസും കാര്യങ്ങളും പറയുക. ഒരുപക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ പുറത്തിട്ടുകൊണ്ട് നടക്കാൻ അറയ്ക്കുന്ന ഒരു കളറും ഒരുപക്ഷെ ഷോൾഡറൊക്കെ തൂങ്ങിയ സൈസും ഒക്കെ ആയിട്ട് അത് മിസ്മാച്ച് ആയിരിക്കും ഒരുപാട്. കാരണം അപ്പൊ അത് വെറും തുണിയുടെ കേസിലാണെങ്കിൽ ഫുഡിന്റെ കേസിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീ ഫുഡിന്റെ കേസിൽ എന്തായിരിക്കും, മറ്റ് പ്രോഡക്ട്സിന്റെ കേസിലൊക്കെ വലിയൊരു മിസ്മാച്ച് ഉണ്ട്. ഇപ്പൊ ജുവലറി ഒരു ഉദാഹരണം പറയാം. അമേരിക്കയിലോട്ട് നമ്മൾ കയറ്റി അയക്കുന്ന ജുവലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം മെയ്ഡ് ആയിട്ട് അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി രീതിയിലുള്ള ജുവലറിയാണ്. ഇത് പെട്ടെന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറഞ്ഞ് നേരെ ചൈനയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിറ്റ് പോകണമെന്നില്ല, വിറ്റ് പോകില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി കസ്റ്റം മെയ്ഡ് ആയിട്ട് ടൈലർ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസോ അല്ലെങ്കിൽ അതിനുള്ള മെഷീനറി ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഈവൻ ചൈന പോലും നമുക്ക് മൊത്തത്തിൽ അഡ്വാൻറ്റേജസ് ആണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതിൽ ട്രേഡ് ഓഫ് എടുത്ത് നോക്കിയാൽ ഇന്ത്യക്ക് ഒരു ആശ്വാസമാണ് ചൈന. കാരണം ചൈന ഒരു വലിയ മാർക്കറ്റാണ്. US-ആയിട്ടുള്ള ഈ പ്രശ്നത്തിൽ നമുക്കുള്ള പ്രശ്നം എന്താണ്? കാരണം US 340 മില്യൺ വരുന്ന ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യക്ക് അതിനെ റിപ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വലിയ മാർക്കറ്റ് ഇല്ല. അടുത്തുള്ള മാർക്കറ്റ് ചൈനയാണ്. നമ്മൾ ഗതികേട് കൊണ്ട് അങ്ങോട്ട് പോകുന്നു. യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനുള്ള സംസാരം നടക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് അത് ഒപ്പുവെക്കുന്നു കരുതുന്നു. അങ്ങനെയെങ്കിൽ ഗ്രാജുവലി യൂറോപ്യൻ യൂണിയനാണ് 450 മില്യണോളം വരുന്ന പോപ്പുലേഷനാണ്. ഐഡന്റിക്കൽ ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള ഒരു മാർക്കറ്റാണ്, കൊക്കേഷ്യൻ മാർക്കറ്റാണ്. അപ്പൊ അങ്ങോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോങ് ടേമിൽ നമുക്കൊരു ആശ്വാസമാകും. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ശ്രീ രാഘവൻ പറഞ്ഞ പോലെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. എത്ര നാൾ പിടിച്ചു നിന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റിയാൽ ആ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാരലലി മറ്റു മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയുമായിട്ടുള്ള ഡിപ്പെൻഡൻസ്, നാളെ ട്രംപ് 3.5 വർഷം ഇനിയും ബാക്കിയുണ്ട്, നാളെ 2027-ലോ 28-ലോ ഇതേ ത്രെറ്റ് ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് ഭയക്കേണ്ടതില്ല എന്ന സ്റ്റേജിലേക്ക് ഇന്ത്യ വളരാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഇതിനെ കാണാം. ശരി, എന്തായാലും നമ്മൾ താരിഫുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്നുള്ള ഒരു ആത്മവിശ്വാസം നിർമ്മൽ എബ്രഹാമിന് ഈ ഘട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം അന്ന് വളരെ കോൺഫിഡൻ്റ് ആയി നമ്മൾ ഇതിനെ മറികടക്കും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എങ്കിൽ ഇന്ന് 2ാം ദിവസമാകുമ്പോൾ തന്നെ അല്പം ആത്മവിശ്വാസക്കുറവ് എനിക്ക് നിർമ്മലിൻ്റെ വാക്കുകളിൽ തോന്നുന്നുണ്ട്. അത് ഒരു പക്ഷേ പ്രതീക്ഷിച്ചതിലും വലിയ ആഘാതം ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും 2ാം ഘട്ടത്തിൽ ക്ലാരിഫൈ ചെയ്യാം. 10 സെക്കൻഡ് പറഞ്ഞോളൂ. അതെ, അതായത് അന്ന് നമ്മൾ പറഞ്ഞു വെച്ചാൽ ട്രംപിന്റെ കേസിൽ ഇപ്പൊ ചൈനയായിട്ടൊക്കെ നമ്മൾ കണ്ടു
75%, 85%, 125%, 250%, എത്തിയപ്പോഴത്തേക്കും ട്രംപ് ഇവൻച്വലി ഒരു ഡീലിലേക്ക് എത്തി. പക്ഷെ ഇവിടെ നടക്കാതെ പോയത് എന്താ? ഈ ഓഗസ്റ്റ് 27 മുന്നേ ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ടോക്കിനായിട്ട് അമേരിക്കൻ ഒഫീഷ്യൽസ് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ടോക്ക് നടന്നില്ല. എന്റെ ഒരു പ്രതീക്ഷ ആ ടോക്ക് നടന്നിരുന്നെങ്കിൽ ഈ 50% ടാരിഫ് അടിച്ചമർത്തുന്ന സ്റ്റേജിലോട്ട് നമ്മൾ പോകില്ല എന്നുള്ളത്. അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ നിർമ്മല യഥാർത്ഥത്തിൽ? കാരണം 4 തവണയെങ്കിലും ട്രംപ് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഒരു പക്ഷേ അതൊരു സമ്മർദ്ദ തന്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീലിലേക്കുള്ള ഒരു നീക്കുപോക്കോ ആയിരിക്കാം. പക്ഷേ മോദി തയ്യാറായിട്ടില്ല എന്നതാണ് ആ വാർത്ത. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതൊരു മോദി ഫാൻസ് ഒക്കെ വലിയ ക്രെഡിറ്റായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ പോലും അത് അറ്റൻഡ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു കോൾ ആയിരുന്നു. നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാളെ മുതൽ ടാരിഫ് എഫക്റ്റിൽ വരാൻ പോവാണ്. ഇന്ന് ഞാൻ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് ഒഴിവാക്കാം എന്നേ ട്രംപ് പറയുള്ളൂ. അവിടെയും മോദി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നെഗോഷിയേഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പവർ ഗെയിമിൽ ഒരു തോൽവി നമുക്ക് സംഭവിച്ചു എന്ന് എക്സ്പോസ്ഡ് ആകേണ്ടി വന്നേനെ. അതായിരിക്കും ഒരുപക്ഷെ എടുക്കാതിരുന്നത്. എന്തായാലും ആ സമയത്ത് എടുത്തിരുന്നെങ്കിലും ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലോട്ട് പോകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് നിർത്തിവെച്ചതെന്ന് ഏതാണ്ട് 50 തവണ തുറന്നു പറയുന്ന ട്രംപ് ആ ഫോണെങ്ങാനും എടുത്തു പോയാൽ ചർച്ച എന്താണെന്ന് പോലും പുറം ലോകം അറിയത്തില്ല. ട്രംപ് പറയുന്നത് നമ്മളും വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പ്രിൻസ് ജോർജ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളിപ്പോഴും സമാധാനത്തോടുകൂടി ചിരിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം. അപ്പോഴും അഫക്റ്റഡ് ആകുന്ന ഒരുപാട് മേഖലകളുണ്ട്. നോക്കൂ, നമ്മുടെ GDP-യെ 1% വരെ എങ്കിലും കുറയ്ക്കും ഈ നിലപാട് എന്നതാണ് മനസ്സിലാകുന്നത്. പെട്ടെന്നൊരു പരിഹാരം എന്നത് ഉണ്ടാകുന്നില്ല. എന്നുവെച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പരിഹാരം എന്നത് കാണാൻ കഴിയുന്നില്ല. പകരം സംവിധാനങ്ങൾ കണ്ടെത്തുക, പകരം രാഷ്ട്രങ്ങളുമായി ഇടപെടൽ നടത്തുക, വിപണി കണ്ടെത്തുക, അതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന ഒരു വസ്തുത കൂടി നിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇതിനെ നേരിടാൻ പോകുന്ന പല പാക്കേജുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പ്രതിസന്ധി നേരിടുന്ന ഇടങ്ങളിൽ അത്തരം പാക്കേജുകളിലൂടെ സഹായം എത്തിക്കാനുള്ള ശ്രമം ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 40 രാഷ്ട്രങ്ങളുമായിട്ടുള്ള ചർച്ചകൾ എന്നതൊക്കെ എടുക്കുമ്പോൾ വിപണിയിൽ ഇതിൻ്റെ ആഘാതം കുറേ നാളെങ്കിലും നീണ്ടു നിൽക്കാനുള്ളൊരു സാഹചര്യമാണ്. ഈ കയറ്റിറക്കങ്ങൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം പറയാം. ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ US ട്രേഡുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ള കമ്പനികൾ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ ചില സെക്ടേഴ്സ്, ഇപ്പൊ സർവീസ് സെക്ടറിൽ IT കമ്പനികളുണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗിലാണെങ്കിൽ ഫാർമ കമ്പനികളുണ്ട്. മറ്റ് കമ്പനികളിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉള്ള കമ്പനികൾ വളരെ കുറവാണ്. നമുക്ക് US-ഉമായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ 2% ഓഫ് ദ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്ലി നമുക്കറിയാം വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ആണ്. ആ ഒരു രീതിയിൽ ഇന്ത്യൻ എക്കണോമിക്ക് ഭയങ്കര ഒരു ബോഡി ബ്ലോ ആണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ചുള്ള അവർക്ക് നിലനിന്നേ പറ്റത്തുള്ളൂ. അവർ വേറെ മാർക്കറ്റുകൾ തേടും. ഒരു പരിധി വരെ ഇതിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ കുറച്ചൊക്കെ അവർ സഹിക്കാൻ തയ്യാറാകും, കുറച്ചൊക്കെ അമേരിക്കൻ കൺസ്യൂമേഴ്സ് സഹിക്കാൻ തയ്യാറാകും. എന്നിരുന്നാൽ പോലും ഒരു പരിധി വരെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി അവർ വേറെ മാർക്കറ്റ് കണ്ടെത്തും. ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ സിഗ്നിഫിക്കന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആംഗിളിൽ നോക്കിയാൽ. ഇപ്പൊ ഗവൺമെന്റ് GST-യുടെ ഒരു സെക്കൻഡ് റൗണ്ട് റിഫോംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്പീഡിൽ ഒക്ടോബർ 1 തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, ദീപാവലിയോടനുബന്ധിച്ച് ചെയ്യുമെന്നുള്ള രീതിയിലാണ് പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച് വന്നത്. പക്ഷേ GST കൗൺസിലൊക്കെ 3rd-നും 4th-നും ഒക്കെ ചേരുന്നുണ്ട് സെപ്റ്റംബറിൽ. അപ്പൊ വളരെ പെട്ടെന്നാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ GST-യിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിലാക്സേഷൻ വരുമ്പോൾ തന്നെ ഒരു ബെനിഫിറ്റ് അവിടെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ടെന്നതാണ് സത്യം. പിന്നെ ഇത് കൂടാതെ നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ഇതുവരെ പിക്കപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കിയാൽ ഡിഫൻസിലെ ചില കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കി ഇലക്ട്രോണിക്സിന്റെ മറ്റുമൊക്കെ നോക്കിയിരിക്കാൻ നമുക്ക് മനസ്സിലാവും. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, PLI സ്കീംസ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ടാർഗറ്റഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്കീമാണ്. അപ്പൊ അത്തരം സ്കീമുകൾ ഈ എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോളിസി. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഒരു ലോക്കൽ മാർക്കറ്റ്, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിലൂടെ ബിൽഡപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ നേരത്തെ നിർമ്മല പറഞ്ഞ പോലെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആയിരിക്കും ഗവൺമെന്റിന്റെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ടോപ്പ് പ്രയോറിറ്റി. ന്യൂസിലൻഡുമായിട്ടും ഒമാനുമായിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ടും അടുത്ത 2 മാസത്തിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ആക്സിലറേറ്റഡ് അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു സൈഡിൽ കൂടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വരുന്നു, വേറൊരു സൈഡിൽ കൂടെ നമ്മുടെ ഡൊമസ്റ്റിക് എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടുത്തെ മാനുഫാക്ചറേഴ്സിന് ഇതിന് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്
GST പൊതുവെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. GST പോലുള്ള റിലാക്സേഷൻസ് വരുന്നത്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഈ വളരെ സ്പെസിഫിക് ആയിട്ട് അഫക്റ്റഡ് ആകുന്ന ഇപ്പൊ മറൈൻ എക്സ്പോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ മാട്രസസ്, ലെതർ ഗാർമെന്റ്സ്, അങ്ങനെയുള്ള ലെതർ ഗാർമെന്റ്സ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ഇങ്ങനെയൊക്കെ ഉള്ള ഹൈലി ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പാക്കേജ് കൂടെ അനൗൺസ് ചെയ്താൽ ഒരു പരിധിവരെ ഈ ക്രൈസിസ് നമ്മളെ ബാധിക്കാതെ പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു റീസൺ കൊണ്ട് താഴേക്ക് വരത്തില്ല. മറിച്ച് പൊതുവെ കമ്പനികളുടെ ഏർണിങ്സ് എങ്ങനെയാണ്, ഇന്ത്യയുടെ ഗ്രോത്ത്, ഇപ്പൊ നമുക്കറിയാം ലോകത്തെ ഏറ്റവും ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത്രയും വേഴ്സ്റ്റ് സിനാറിയോയിൽ 1% GDP ഹിറ്റ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും 0.32% ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്രകാരം പറയുന്നത്. ആ ഒരു 0.3ക്കും 0.4%നും ഇടയ്ക്ക് GDP-യിൽ ഒരു ഹിറ്റ് ഉണ്ടാകും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഇങ്ങനത്തെ ഉള്ള ഒരു നമ്മളെ വി ആർ പുഷ് ടു ദ വാൾ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എപ്പോഴും സൊല്യൂഷൻസ് ഉണ്ടാകുന്നതും എപ്പോഴും നല്ല റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും എപ്പോഴും നമ്മൾ അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ എക്കണോമി ബൗൺസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇതൊരു ഇഷ്യൂ ആകത്തില്ല. അത് മാർക്കറ്റിലെ ഷോർട്ട് ടൈം സെന്റിമെന്റ്സ് വെച്ചിട്ടുള്ള ഈ ന്യൂസ് 2-3 ദിവസത്തിനപ്പുറത്തേക്ക് മാർക്കറ്റിൽ നിൽക്കത്തില്ല. പക്ഷെ ലോങ് റണ്ണിൽ ഇതിൽ അഫക്റ്റഡ് ആവുന്ന കമ്പനികളെ എങ്ങനെ സേവ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു പാക്കേജ് ഉണ്ടാകും. അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള, ഇപ്പം രാഹുൽ സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും അവർക്ക് ലിക്വിഡിറ്റി ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് സൈഡ്. ശരി, അതാണ് എന്തായാലും വലിയ ആഘാതങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആശങ്ക വേണ്ട എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി പോകണം. ജപ്പാനിലേക്ക് നിർണായകമായ സന്ദർശനം നടത്താനിരിക്കുന്നു പ്രധാനമന്ത്രി. ഒപ്പം തന്നെ ചൈനയിലും പ്രധാനമന്ത്രി എത്താനിരിക്കുന്നു. അപ്പോൾ അതിന്റെ സാധ്യതകളിലേക്ക് കൂടി നമുക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ട്രംപ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എക്കണോമിക് വാർ ആണ് തന്റെ വഴി എന്നത് വ്യക്തമാക്കി കഴിഞ്ഞു. അത് റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എങ്കിൽ പോലും എല്ലാവരോടുമുള്ള ട്രംപിന്റെ നയം അതാണ് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് നിർണായകമായ ചർച്ച നടത്തുന്ന ഘട്ടമാണ്. അതിനു മുൻപ് ജപ്പാനിൽ സംഭവിക്കുന്നത് എന്താണ്? ജപ്പാൻ അമേരിക്ക വാണിജ്യ കരാർ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. $550 ബില്യൺ സാമ്പത്തിക പങ്കാളിത്തം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള കരാറാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ജപ്പാൻ മന്ത്രി അക്കോസവ പറയുന്നത് ഭരണതലത്തിൽ നികത്തേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് അഗസോവയുടെ ഈ യാത്ര ഉൾപ്പെടെ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സാമ്പത്തിക യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. സ്വന്തം താല്പര്യം, അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കുക എന്നത് മാത്രം ട്രംപ് ലക്ഷ്യമിടുമ്പോൾ അത് എത്രമാത്രം സാധ്യമാകും? എത്രമാത്രം ട്രംപിന് എല്ലാവരും വെറുപ്പിച്ചിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അവിടെ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനം പുതിയ കൂട്ടുകെട്ടുകൾക്കും പുതിയ സാധ്യതകൾക്കും വഴി തുറക്കുമോ? സാമ്പത്തിക വ്യാപാര യുദ്ധ പ്രഖ്യാപനത്തിലൂടെ സൈനിക കോൺഫ്ലിക്റ്റുകൾക്ക് പരിഹാരമുണ്ടാക്കാം എന്ന ട്രംപിൻ്റെ ഒരു ലളിത യുക്തി, ആ യുക്തി എപ്പോഴും നടപ്പായിക്കൊള്ളണമെന്നില്ല. എക്കാലത്തെയും ചങ്ങാതിമാരായിരുന്നു അമേരിക്കയും ജപ്പാനും. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ജപ്പാൻ അമേരിക്ക ബന്ധങ്ങൾ വളരെ ഊഷ്മളമായി മുന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ ജപ്പാൻ്റെ സൈനിക സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഘടകം അമേരിക്കയാണ്. അപ്പോൾ സാമ്പത്തികമായും ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ഇക്കോണമീസാണ് ജാപ്പനീസ് ആൻഡ് US ഇക്കോണമീസ്. ഇവിടെ ജപ്പാനോട് പോലും പക്ക ബിസിനസ് ബന്ധം മാത്രമായി, അല്ലാതെ മറ്റ് എംപത്തറ്റിക് ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ വരുമ്പോൾ മാറി ചിന്തിക്കേണ്ട സമയമായി എന്ന് ജപ്പാനും ഒരു പരിധിവരെ തോന്നുന്നുണ്ടാവാം. അവിടെയാണ് ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസി, കിഴക്കോട്ട് നോക്കൽ നയം. 1991 മുതൽ നരസിംഹറാവുവിൻ്റെ സമയം മുതലുള്ള കിഴക്കോട്ട് നോക്കൽ നയം. ഇതൊരു ആലങ്കാരികമായിട്ട് പറയുന്നതേ ഉള്ളൂ. പ്രധാനമായും ഒരു കൾച്ചറൽ ഒരു ഫാക്ടറാണ്. അവിടെ ബുദ്ധിസം, സോഫ്റ്റ് പവർ ഡിപ്ലോമസി, ഇതെല്ലാമാണ്, കൾച്ചറാണ്. അതിനുപരിയായി വ്യാപാര ബന്ധം ഇത് വാക്കാൽ ഒതുങ്ങിയിരുന്നു അടുത്ത കാലം വരെ. അത് പോരായെന്ന് തോന്നിയത് കൊണ്ടാണ് അടുത്ത കാലത്ത് ആക്ട് ഈസ്റ്റ്, ലുക്ക് ഈസ്റ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ആക്ട് ഈസ്റ്റ് പോളിസിയായിട്ട് മാറിയത്. അതിന് ടീത്ത് ഉണ്ടാകണമെങ്കിൽ, അർത്ഥമുണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ക്വാണ്ടം ജമ്പ് ഉണ്ടാകണം. ഫാർ ഈസ്റ്റുമായി, പ്രത്യേകിച്ച് സൗത്ത് കൊറിയയുമായും ജപ്പാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകണം. ഇപ്പോൾ നമുക്കറിയാം, ഷിൻസോ ആബെ ജാപ്പനീസ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദിയുമായി ഉണ്ടായ ഒരു വ്യക്തിപരമായ സൗഹൃദം. ഇപ്പം നമ്മൾ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും വലിയ ഹൈപ്പ് കൊടുക്കുന്നത് വ്യക്തിപരമായ സൗഹൃദത്തിനാണ്, ഇക്വേഷൻസിനാണ്. ട്രംപ് മോദി ഇക്വേഷൻസ് അല്ലെങ്കിൽ ഷിൻസോ ആബെ മോദി ഇക്വേഷൻസ്. അതിനുപരിയായി കൺവേർജൻസ് ഓഫ്
നാഷണൽ ഇൻട്രസ്റ്റ്, ജപ്പാന്റെയും ഇന്ത്യയുടെയും ദേശീയ താല്പര്യങ്ങളുടെ സംയോജനം. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ചൈനയുടെയും ഇന്ത്യയുടെയും ദേശീയ താല്പര്യങ്ങളുടെ സംയോജനം വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അവിടെ ചൈന ഒരു മാറിയ ലോകക്രമം ആഗ്രഹിക്കുന്നു എങ്കിൽ ഇവിടെ അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ ചൈന എക്കാലത്തും അമേരിക്ക ചൈനയെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചു. തിരിച്ച് അമേരിക്കയുടെ ഡോളർ അധിഷ്ഠിത ലോകക്രമം ഉടച്ചു വാർക്കണമെങ്കിൽ ചൈന തൽക്കാലത്തേക്കെങ്കിലും ഭാരതവുമായി സഹകരിക്കാൻ നിർബന്ധിതരാകും. അത് ലോജിക്ക് മാത്രമാണ്. ചരിത്രപരമായ കൾച്ചറൽ റൈവലറീസ് ഉണ്ടായി, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി യോജിക്കാവുന്ന മേഖലയിൽ, ട്രേഡാണ് യോജിക്കാവുന്ന ഒരു മേഖല, കോമ്പറ്റിറ്റീവ്സ് ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ കോഓപ്പറേഷൻ പരമാവധി വികസിപ്പിക്കുക. ഇവിടെ ആക്ട് ഈസ്റ്റ് പോളിസിക്ക് പുതിയ നിർവചനങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി. അതുകൊണ്ടാണ് ജപ്പാൻ ചൈന സന്ദർശനം 31-ാം തീയതി, ഈ മാസം 31-ാം തീയതി, അടുത്ത മാസം 1-ാം തീയതി ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി മോദി പോകുന്നു. അവിടെ കണ്ടുമുട്ടുന്ന ആളുകളാരാണ്? വ്ളാഡിമിർ പുടിൻ, അതുപോലെ ഷീ ജിൻപിങ്, നരേന്ദ്രമോദി, ദ ബിഗ് 3 ഇൻ ഏഷ്യ. റഷ്യ ഉൾപ്പെടെ ഏഷ്യൻ ശക്തിയായി കണ്ടു കഴിഞ്ഞാൽ ഈ 3 നേതാക്കൾ ഒരുമിച്ച് വരുന്ന ഒരു വേദിയിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും വലിയ രീതിയിലാണ് പുതിയ ലോകക്രമത്തിൻ്റെ ഊടും പാവും നെയ്തെടുക്കുന്ന ഒരു തുടക്കം തന്നെയാണത്. അവിടെയാണ് എല്ലാ കണ്ണുകളും SCO മീറ്റിങ്ങിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് മോദി ജപ്പാൻ വഴി ചൈനയിൽ എത്തിക്കഴിയുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ല പറയുന്നത്. പക്ഷേ അതിനുശേഷം അതിൻ്റെ കൂടെ വെളിച്ചത്തിൽ അമേരിക്കയുമായി റീനെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിവറേജ് കിട്ടുകയാണ്. ഇവിടെ ഹൂ വിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്നാണല്ലോ തിയറി. അതായത് അമേരിക്കയുടെ ട്രേഡ് നെഗോഷിയേറ്റേഴ്സ് തീർച്ചയായും ന്യൂഡൽഹിയിലേക്ക് പറഞ്ഞെത്തും, നമ്മുടെ നെഗോഷിയേറ്റേഴ്സ് ഉണ്ടാവും. ഇവിടെ ട്രംപ് എവിടെയാണ് പരാജയപ്പെട്ടത്? മോദിയെ 4 പ്രാവശ്യം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മോദി ആ ഫോൺ എടുത്ത് എന്താ പറയുക? പ്രൊഫഷണൽ സമീപനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ട്രംപ് പറയുന്നത് പോലെ ഞാനിതാ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുകയാണ് 50% തീരുവ, പിറ്റേന്ന് പറയുകയാണ് 125% തീരുവ. അങ്ങനെയല്ല. ഇന്ത്യയുടെ ഒരു കുറച്ചുകൂടി പ്രൊഫഷണലാണ്. കാരണം ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ പ്രാഥമിക ചർച്ച നടത്തി ധാരണയായതിനു ശേഷം അത് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ട്രംപ് മോദിയെ വിളിച്ച് സംസാരിച്ചതുകൊണ്ട് മാത്രം എടുക്കാവുന്ന തീരുമാനങ്ങളല്ലിത്. അതുകൊണ്ടാണ് നെഗോഷിയേഷൻസ് ആദ്യം മുതൽ തന്നെ വീണ്ടും തുടങ്ങേണ്ട ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ആ നെഗോഷിയേഷൻസിനെ കുറച്ച് ലിവറേജ് ഇന്ത്യക്ക് ലഭിക്കണമെങ്കിൽ ഇന്ത്യ ഹാസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ആദ്യത്തെ ഓപ്ഷൻ നേരത്തെ സൂചിപ്പിച്ച ആഭ്യന്തര തദ്ദേശീയവൽക്കരണം തന്നെയാണ്. ഞങ്ങൾക്കിവിടെ ഡൊമസ്റ്റിക് വൈബ്രന്റ് മാർക്കറ്റ് ഉണ്ട്. ദീപാവലി സമ്മാനമായി ഇതാ GST നിരക്കുകൾ 2 സ്ലാബുകളായി ക്രമീകരിച്ചിരിക്കുന്നു. വൻപൻ നേട്ടമാണ് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കുണ്ടാകുന്നത്. അങ്ങനെ ആഭ്യന്തരമായ വിപണി, ഏറ്റവും വലിയ വിപണിയാണെന്ന് ഓർക്കണം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മധ്യവർഗ വിപണിയാണ് ഭാരതം. ആ വിപണി ഉദ്ദേശിപ്പിക്കുക വഴി ചെറിയ രീതിയിലെങ്കിലും ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകും. രണ്ടാമത് ഇന്ത്യ ഹാസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. നേരത്തെ സൂചിപ്പിച്ച യൂറോപ്പ്, അതുപോലെ UK, ഓസ്ട്രേലിയ, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഒരു വലിയ നിര തന്നെ ഭാവിയിലേക്കുണ്ട്. അതുകൊണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയി മുന്നേറുകയാണെങ്കിൽ ആത്യന്തികമായി ഒരു സെൽഫ് റിലയൻറ്റ് ഇന്ത്യ, ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ഇന്ത്യ, ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ്, ഇതാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഇന്ത്യയിലെയും അമേരിക്കയിലെയും റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾ ഒരു ഓപ്റ്റിമിസത്തിലാണ് ചിന്തിച്ചിരുന്നത്. ട്രംപ് ഈസ് റെപ്രസെൻറ്റിംഗ് അമേരിക്കാസ് റൈറ്റ് വിങ് സ്പേസ്, നരേന്ദ്രമോദി ഈസ് റെപ്രസെൻറ്റിംഗ് ഇന്ത്യാസ് റൈറ്റ് വിങ് സ്പേസ്. ഇത് തമ്മിൽ കൺവേർജ് ചെയ്യും എന്ന ഒരു യുക്തി, ആ യുക്തി ബിസിനസിൻ്റെ കാര്യം വന്നപ്പോൾ തകരുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് ആ യുക്തി മാറ്റി നിർത്തി പ്രായോഗികമായി ദേശീയ താല്പര്യം മുന്നിൽ നിർത്തി പ്രവർത്തിക്കാനായി ഇപ്പോൾ ഏകദേശ ധാരണ ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഭരണപക്ഷത്തെങ്കിലും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അതൊരു ചെറിയ നയം മാറ്റമായി തന്നെ ഇപ്പോൾ ഞാനതിനെ ഒരു ചെറിയ രീതിയിലുള്ള നയമാറ്റമായി തന്നെ കാണുകയാണ്. അത് ഭാവിയിലേക്കുള്ള ഭാരതത്തിൻ്റെ റീസ്ട്രക്ചേർഡ് വേൾഡ് ഓർഡറിലെ പുനഃക്രമീകരിക്കപ്പെടുന്ന ലോകക്രമത്തിലെ ഒരു ഭാരതത്തിന് കുറച്ചുകൂടി നിർണായകമായ സ്ഥാനം ഉണ്ടാകാനുള്ള ഒരു ഷെയ്ക്കപ്പായി ഈ അവസരത്തെ കണ്ടാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഐ ഹാവ് ടു ബി ബുള്ളിഷ് ഓൺ ഇന്ത്യ. അതുകൊണ്ട് തീരെ അങ്ങ് ബ്ലീക്ക് ഔട്ട്ലെറ്റ് അല്ല, തൽക്കാലത്തേക്കുള്ള തിരിച്ചടികൾ നേരിടാനുള്ള ത്രാണി ഇന്ത്യൻ ഇക്കോണമിക്കുണ്ട്. റെസിലിയൻസ് 2 പ്രാവശ്യങ്ങളും കാണിച്ചു. ഒന്ന് 98-ൽ നമ്മൾ ഉപരോധം നേരിട്ടപ്പോൾ അത് കാട്ടി. 2008-2009 വർഷങ്ങളിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ
ഇന്ത്യൻ വിപണികൾ, ഇക്കോണമി പിടിച്ചു നിന്നു, നമ്മുടെ സെക്ടേഴ്സ് പിടിച്ചു നിന്നു. അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയം മാത്രമാണ്. അമേരിക്കയുമായിട്ട് 20% മാത്രമാണ് നമ്മുടെ വിദേശ വ്യാപാരം അമേരിക്കയിലുമായിട്ട്. അതിൻ്റെ ഒരു പകുതിയോളം സമ്മർദ്ദം നേരിടുമ്പോൾ ചെറിയൊരു വിഷയമാണ്. മുൻകാലങ്ങളിൽ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച ഭാരതത്തിനെ ഈ ചെറിയ കുളിർ കാറ്റ് ഒക്കെ ഇങ്ങനെ മാറിപ്പോകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് കിഴക്കോട്ട് നോക്കൽ നയം തന്നെ വേറൊരു രീതിയിൽ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി, എന്തായാലും ഓരോ പ്രതിസന്ധിയും ഓരോ അവസരങ്ങൾ തുറക്കൽ കൂടിയാകും. അതിൽ വലിയ പ്രതീക്ഷ വെക്കുന്നു ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ ഡെമോക്രാറ്റുകളുടെ, അമേരിക്കയിലെ ഡെമോക്രാറ്റിക് നേതാക്കളുടെ എക്സ് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പോർവിളികൾ അതിൽ നടക്കുന്നതായി നമുക്ക് കാണാം. ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി ഉടലെടുത്ത ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ട്രംപ് ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം, രാഷ്ട്രീയപരമായി ട്രംപിനെ എതിർക്കുക എന്നത് ഡെമോക്രാറ്റുകളുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഇവിടെയും കാണുന്നുണ്ട്, അവിടെയും കാണുന്നുണ്ട്. അതിനപ്പുറം വലിയ ഇൻഫ്ലുവൻസ് ഇതിന് ചെലുത്താനാകുമോ? അമേരിക്കൻ വികാരമായി നമുക്ക് ഡെമോക്രാറ്റുകളുടെ ഈ വാക്കുകളെ എടുക്കാൻ കഴിയുമോ? ഒരു 70% അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു വികാരമല്ല, ട്രംപിനെതിരെയുള്ള ഒരു വികാരമായിട്ട് കാണാം. പക്ഷെ അതിനകത്ത് ലോജിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക് ഉണ്ട്. 2 വർഷങ്ങളായിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്ന് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 1999 ശേഷമൊക്കെയാണ് ഇന്ത്യക്ക് അല്പമെങ്കിലും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തായിട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അമേരിക്ക മാറിയത്. അപ്പൊ കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ ഇത്രയും വലിയൊരു മാറ്റവും ഇതുപോലെ ഒരു ഇഗ്നോറൻസും ഒക്കെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ട്രംപ് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച 1-2 പോയിന്റിലോട്ടൊന്ന് ആഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പൊ ജപ്പാന്റെയും ചൈനയുടെയും വിസിറ്റൂടെ താങ്കൾ സൂചിപ്പിച്ചു. ഇപ്പൊ ജപ്പാനിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു അവസരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ജപ്പാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഏജിങ് ആയിട്ടൊരു പോപ്പുലേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, 65 വയസ്സിന് മുകളിലാണ് അവിടുത്തെ ഏകദേശം 35 മുതൽ 40% ആളുകൾ. അപ്പോൾ ഒരു ഏജിങ് പോപ്പുലേഷനിൽ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടൊരു സെക്ടർ ഉണ്ട്. ട്രംപ് പോലും പേടിച്ചിട്ട് തൊടാത്തൊരു സെക്ടർ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിന് നല്ലൊരു അവസരമാണ് ജപ്പാൻ എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ജപ്പാനുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇന്ത്യ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു കോംപ്രിഹെൻസീവ് പാർട്ണർഷിപ്പ് ജപ്പാനുമായിട്ടുണ്ട്. 10-15 വർഷം മുന്നേ നമ്മൾ ഒപ്പുവെച്ച ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ഏരിയസിൽ ഫുഡ് ഇമ്പോർട്ട് ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് ആയിക്കോട്ടെ, നമുക്ക് തീർച്ചയായിട്ടും ജപ്പാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ചൈനയുടെ കേസിലും ഗുണങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2020 തൊട്ട് മുന്നേ, കോവിഡിനൊക്കെ തൊട്ട് മുന്നേ നമ്മൾ ശ്രദ്ധിച്ചാൽ പത്രത്തിൽ മുഴുവൻ വാർത്തയായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ യൂണിക്കോൺ, സ്റ്റാർട്ടപ്പ് യൂണിക്കോൺസ് ഒരുപാട് ഉയർന്നു വരുന്നു. ബൈജൂസ്, പേടിഎം, അത് ഇതെന്നുണ്ട് ഒരുപാട് കമ്പനികളുടെ നമ്മൾ കണ്ടു. ഇന്ത്യയിൽ ഇത്രയധികം സ്റ്റാർട്ടപ്സും ഇത്രയും, അതായത് $100 കോടി വാല്യുവേഷൻ ഉള്ള സ്റ്റാർട്ടപ്സ് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാർട്ടപ്സിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, ആ സമയത്ത് ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തത് ടെൻസെന്റ്, മാലിവാബയൊക്കെ പോലുള്ള ചൈനീസ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അത് പോയതിനു ശേഷം ചെറിയ രീതിയിലുള്ള ഒരു മാന്ദ്യം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ചൈനയുമായിട്ടുള്ള ഇത് നമ്മൾ റീഅലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഒരുപക്ഷെ തിരിച്ചു വരാം. ട്രേഡും ഇപ്പൊ ചൈനീസ് ടെക്നോളജി ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. ചൈന ഒരു വലിയ മാർക്കറ്റുമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നേരത്തെ ഒരു കോൺഫ്ലിക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അത് ചോദ്യം ഇതാണ്: do you want to depend on an unpredictable friend in the form of the US, or do you want to depend on a predictable enemy in the form of China? ചൈന ഒരു predictable എനിമിയാണ്, അമേരിക്ക ഒരു അൺപ്രഡിക്റ്റബിൾ ഫ്രണ്ട്. ഒരു പക്ഷേ ട്രംപ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം മാറില്ല, ട്രംപിന്റെ മനസ്സ് മാറിയാൽ നമ്മുടെ ബന്ധം മാറി. അവരാണോ ചൈനയാണോ ഭേദം എന്നുള്ള ചോദ്യമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചാൽ, ഒരു 3 മാസം അല്ല 4 മാസം കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ഈ പറയുന്ന നെഗോഷിയേഷൻ പവർ മാറി, ബാർഗൈനിങ് ചിപ്സ് കുറച്ചെങ്കിലും ഇന്ത്യക്ക് പോവാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അമേരിക്ക പോലുള്ള വലിയ മാർക്കറ്റ് വരെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒരു സാധ്യതയുണ്ട്. ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അമേരിക്ക പവർഫുൾ ആയിട്ടൊരു രാജ്യമാണ്. രണ്ടാമത് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടൊരു രാജ്യം ചൈനയാണ്, പക്ഷെ അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സാഹചര്യമാണ്. മൂന്നാമത് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റഷ്യ. ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങളിലാണ് അവർ. റഷ്യ യുക്രൈൻ ബന്ധമൊക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് റഷ്യയെ തിരിച്ച് പൂർണ്ണമായിട്ട് കിട്ടാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ നിൽക്കുന്ന ഒരു സാഹചര്യം അതായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത്. പക്ഷെ ഈ ഒരു പ്രശ്നം തരണം ചെയ്ത് ഒരു 3-4 മാസം തരണം ചെയ്താൽ ഇന്റേണലി നമുക്ക് ഒരുപാട് മാർക്കറ്റ്സ് കണ്ടെത്താൻ സാധിച്ചാൽ, എക്സ്റ്റേണലി നമുക്ക് ഈ പറയുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സിൽ ഒപ്പുവെക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. നാളെ ഈ പറയുന്ന അൺപ്രഡിക്റ്റബിൾ ഫ്രണ്ട് ആയിട്ടുള്ള അമേരിക്കയോ പ്രഡിക്റ്റബിൾ എനിമി ആയിട്ടുള്ള ചൈനയോ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം 5-6 വർഷം, അതായത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം 5-6 വർഷത്തിനുള്ളിൽ വന്നു ചേരുമെന്നും ആഗ്രഹിക്കുന്നു. അവിടെ ഒരു കാര്യം കൂടി, ഈ സ്കോട്ട് ബെസന്റ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ചാനൽ അഭിമുഖത്തിൽ
പങ്കുവച്ചിട്ടുള്ളത്. നിർമ്മൽ, അങ്ങനെ ഒരു ട്രേഡ് എഗ്രിമെന്റ് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുന്നു. ഇപ്പോൾ ചർച്ചകൾ മരവിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ പോലും ഉടൻ തന്നെ അത് പുനരാരംഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണോ താങ്കൾ കാണുന്നത്? കാരണം അമേരിക്കയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ട്രേഡ് എഗ്രിമെന്റ് എന്നത്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഹനിക്കാതെ അത് സാധ്യമാകുക എന്നതാണ് ഇന്ത്യ ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി നൽകിയ സന്ദേശവും അതുതന്നെയാണ്. ഒരിക്കലും കർഷകരുടെ താല്പര്യങ്ങൾ ബലി കഴിക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. അത് ഏതെങ്കിലും തരത്തിൽ കർഷകരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, നിലനിൽപ്പിന്റെ തന്നെ വിഷയമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന അനിവാര്യത അതാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ആ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ട്രേഡ് എഗ്രിമെന്റ് എന്നതിന്റെ സാധ്യതകളെ ഈ സമയത്ത് താങ്കൾ എങ്ങനെ കാണും? ട്രേഡ് എഗ്രിമെന്റ് ഉടനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അമേരിക്ക, ഇന്ത്യ, ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്ത് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമി ആണെന്നോ അല്ല ഏറ്റവും വലിയ ഡെമോക്രസി ആണെന്നോ ഒന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനാണ്. ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്ന ഇത്രയും വലിയൊരു മാർക്കറ്റാണ് ഏത് രാജ്യത്തിനും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ തുറന്ന് സന്നദ്ധത കാണിക്കുന്നത്. രണ്ട്, ഇന്ത്യ ഒരു രീതിയിലും പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ ശല്യം ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യമല്ല. ചൈന പോലെയോ അല്ലെ US പോലെയോ ഒന്നും അല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ഒരു ഹേവൻ ആണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പോലും. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു നെഗോഷിയേഷൻ ഒക്കെ കഴിഞ്ഞ് ഇവൻച്വലി ഇന്ത്യയുമായിട്ടൊരു ലോങ് ടേം ബന്ധം സ്ഥാപിക്കണം എന്നുള്ളത് അമേരിക്കയുടെ കൂടെ ആവശ്യമായി മാറുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ ഇപ്പോ തൽക്കാലം നെഗോഷിയേഷൻ പവർ അമേരിക്കയുടെ കയ്യിലാണ്. ആ പവർ നമ്മൾ കാത്തിരുന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഈവൻലി മാച്ച് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു 70-30 അല്ലെങ്കിൽ 60-40 റേഞ്ചിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിച്ചാൽ അവിടെ തീർത്തും നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. അതിനുള്ള ഒരു തടസ്സം ഇതാണ്. ട്രംപിന് വേണ്ടിയത് ഇന്ത്യക്ക് വേണ്ടാത്തതും അഗ്രികൾച്ചറൽ എക്സ്പോർട്സിൽ ഈ പറയുന്ന ടാരിഫ് തീരെ കുറയ്ക്കണം എന്നുള്ളതാണ്. അതായത് അഗ്രികൾച്ചറൽ ഇമ്പോർട്ട്സ് വരുമ്പോഴത്തേക്കുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാമേഴ്സിനെയും മത്സ്യത്തൊഴിലാളികളെയൊക്കെ ബാധിക്കുന്നതുകൊണ്ടാണ് അത്രയധികം ഈ ഒരു ഡിലേ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ തരണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ട്രേഡ് അഗ്രിമെന്റിലോട്ട് പോകും തന്നെ ചെയ്യും. തീർച്ചയായും. ശ്രീ പ്രിൻസ് ജോർജ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല എന്നത് നമുക്കറിയാം. അതിൻ്റെ മാർഗങ്ങൾ എന്ന് പറയുന്നതും ഇമ്മീഡിയറ്റ് ആയിട്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. കുറച്ച് സമയമെടുത്ത് തന്നെ വിപണി കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അവിടെ പാക്കേജുകൾ എന്ന് പറയുന്നത് ഈ കയറ്റുമതി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും, അതുമായി ബന്ധപ്പെട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ, അത് ഈ വ്യവസായങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടലുകൾ എങ്ങനെ വേണമെന്നതാണ് താങ്കൾ കരുതുന്നത്? അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഒരൊറ്റൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട്, ഈ കർഷകരുടെ പ്രശ്നം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ എക്കണോമിക് ആയിട്ട് ഇപ്പൊ അമേരിക്കയുമായിട്ട് നമ്മുടെ മാർക്കറ്റുകൾ, ഫാർമേഴ്സിന്റെ അല്ലെ മിൽക്കിന്റെ മാർക്കറ്റൊക്കെ ഓപ്പൺ അപ്പ് ചെയ്താൽ, ഡയറി പ്രൊഡക്ട്സിന്റെ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആണെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന മാനുഫാക്ചർ ചെയ്യാവുന്ന ആ ഒരു കോസ്റ്റിലൊന്നും അമേരിക്കയ്ക്ക് ഒരു പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലോട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യാനൊന്നും കുറച്ചൊക്കെ സാധിക്കുമായിരിക്കും, പക്ഷെ സിഗ്നിഫിക്കന്റ് ആയിട്ട് സാധിക്കത്തില്ല. ആ ഒരു പേടി അങ്ങ് മാറ്റിയിട്ട് നമ്മളത് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കാൻ ധൈര്യമുള്ള ഒരു ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ ഒരു പകുതി കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ അത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, നമുക്കറിയാം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വലിയ പ്രൊപ്പഗാൻഡ ഗെയിം നടക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ എല്ലാ ദിവസവും ഒരു പ്രൊപ്പഗാൻഡ വെച്ചിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതും പറയുന്നതും എല്ലാം. അപ്പൊ ഈ റഷ്യയുടെ ഒരു ക്രൂഡ് ഓയിൽ നമ്മൾ മേടിച്ച് നമ്മൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ഹൈലൈറ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്താണ് അവർ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതൊരു പ്രൊപ്പഗാൻഡ ഗെയിമാണ്. അപ്പൊ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെക്കൻഡ് ലെവൽ GST റിഫോംസ് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം. GST എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്, സാധാരണക്കാരെ അടക്കം എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. GST ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഒറിജിനലി കൺസീവ് ചെയ്തതെങ്കിലും ആക്ച്വലി അത് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നപ്പോൾ 4-5 സ്ലാബുകളും കണ്ടമാനം കോംപ്ലിക്കേഷൻസും ഒക്കെ വന്നു. ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള മേഖലകൾക്ക് പോലും ഹയർ ലെവലുള്ള GST വരിക, ഓട്ടോമൊബൈൽസിന് 28% GST വരിക, അങ്ങനെയൊക്കെയുള്ള പല കോംപ്ലിക്കേഷൻസ് വന്നു. അപ്പൊ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത്, അനോമലീസ് കറക്റ്റ് ചെയ്ത് ഒരു സിംപ്ലിഫൈഡ് സ്ട്രക്ചറിലേക്ക് വന്നാൽ അത് തന്നെ കൺസ്യൂമേഴ്സിന് വലിയൊരു റിലീഫുമാണ്, എക്കണോമിക് ഒരു ബൂസ്റ്റുമാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം.
പിന്നെ രണ്ടാമത് ഒട്ടും വൈകാതെ തന്നെ ഗവൺമെന്റ് ഒരു പാക്കേജ് അനൗൺസ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്. അതിന് ഒട്ടും മടി കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ വ്യവസായങ്ങളെ ഗവൺമെന്റ് അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് വളരെ ഡിലേ ഇല്ലാതെ തന്നെ ഗവൺമെന്റ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഇൻസെന്റീവ് സ്കീംസുകൾ ഈ ഇൻഡസ്ട്രികളെ റിവൈവ് ചെയ്യാൻ ഗവൺമെന്റ് കൂടുതൽ ചെയ്ത് കിട്ടുന്ന ലാഭം മാത്രം മതി ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പോളിസി വളരെ കറക്റ്റ് ആണ്. ലോങ് റണ്ണിൽ ഇത് തീർച്ചയായിട്ടും ഗുണകരമായി തന്നെ വരും. തീർച്ചയായും. എന്തായാലും ഓരോ ചലഞ്ചുകളും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും, അതിലേക്കുള്ള കീ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള ഈ ചലഞ്ചും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.